أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقال الذين لا يعلمون لولا يكلمنا الله أو تأتينا آية كذلك قال الذين من قبلهم مثل قولهم تشابهت قلوبهم قد بينا الآيات لقوم يوقنون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറ ആയത്ത് 119. ഈ ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: അള്ളാഹു ഞങ്ങളോട് നേരിട്ട് സംസാരിക്കുകയോ ഏതെങ്കിലും അത്ഭുത ദൃഷ്ടാന്തം ഞങ്ങൾക്ക് വന്നു കിട്ടുകയോ ചെയ്യാത്തത് എന്താണെന്ന് അറിവില്ലാത്തവർ ചോദിക്കുന്നു. ഇതേ പ്രകാരം ഇവർക്ക് മുൻപുള്ളവരും ഇവർ പറയുന്നത് പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ ഹൃദയങ്ങൾ പരസ്പരം സാദൃശ്യങ്ങളായിരിക്കുകയാണ്. ദൃഢമായി വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് നാം എല്ലാ തരത്തിലുള്ള അടയാളങ്ങളും വ്യക്തമായി വിവരിച്ചു കൊടുത്തിരിക്കുന്നു. സയ്യിദ്ന ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറയുന്നു: ചില ആളുകൾ തങ്ങളുടെ അജ്ഞത കാരണത്താൽ ധരിക്കാറുണ്ട്, അള്ളാഹു യാതൊരു ഹിക്മത്തും കൂടാതെ, യാതൊരു യുക്തിയും കൂടാതെ, യാതൊരു യോഗ്യതയും പരിഗണിക്കാതെ ഒരു വ്യക്തിയെ നബിയായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന്. ഈ തെറ്റായ ധാരണയുടെ ഫലമായി അവർ പറയുന്നു, അള്ളാഹു നേരിട്ട് നമ്മോട് എന്തുകൊണ്ട് ഇത് ചെയ്യൂ, ഇത് ചെയ്യരുത് എന്ന് നേരിട്ട് കൽപ്പിക്കുന്നില്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ യാതൊരു വിധത്തിലുമുള്ള തർക്കവും ഉണ്ടാവുകയില്ലല്ലോ. അവൻ നമ്മോട് സംസാരിക്കാതിരിക്കാൻ ഒരു കാരണമെങ്കിലും ഉണ്ടായിരിക്കണം. ഞങ്ങൾ അവനോട് സംസാരിക്കപ്പെടാൻ അർഹരല്ലെങ്കിൽ കുറഞ്ഞത് ഒരു തെളിവെങ്കിലും നൽകി ഞങ്ങളെ വിശ്വസിപ്പിക്കാമായിരുന്നു എന്ന് അവിശ്വാസികൾ പറയുന്നു. ഹുസൂർ പറയുന്നു, എൻ്റെ തഹ്കീക്ക് പ്രകാരം വിശുദ്ധ ഖുർആനിൽ കാഫിര്യങ്ങൾ ആയത്ത്, അതായത് അടയാളങ്ങൾ ആവശ്യപ്പെടുന്നിടത്തെല്ലാം അതിൻ്റെ അർത്ഥം എപ്പോഴും അദാബ് ആകുന്നു, അതായത് ശിക്ഷയാകുന്നു. അതിനു വിരുദ്ധമായി ഏതെങ്കിലും ഒരു കരീന ഇല്ലെങ്കിൽ ഒഴികെ. അതിനാൽ കാഫിര്യങ്ങൾ ആയത്ത് ആവശ്യപ്പെടുന്ന എല്ലാ സ്ഥലങ്ങളിലും അതിൻ്റെ അർത്ഥം ശിക്ഷ എന്ന് തന്നെയാണ്. ഇവിടെയും അതേ അർത്ഥമാണ് ആയത്ത് എന്നതിന് വന്നിരിക്കുന്നത്. അവർ പറയുന്നത് ഇത് രണ്ടിലും ഒന്ന് സംഭവിക്കണമെന്നാണ്. ഒന്നെങ്കിൽ അള്ളാഹുവിൻ്റെ കലാം ഞങ്ങളുടെ മേലിലും അവതരിക്കണം, അവതരിച്ചാൽ ഞങ്ങളത് അംഗീകരിക്കും. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദാസനാണെങ്കിൽ ഞങ്ങളും അവൻ്റെ ദാസന്മാരല്ലേ, പിന്നെ അദ്ദേഹവും ഞങ്ങളും തമ്മിൽ എന്ത് വ്യത്യാസം? ഇനി ഞങ്ങൾ ശിക്ഷയ്ക്കർഹരാണെങ്കിൽ ഞങ്ങൾക്ക് മേൽ ശിക്ഷ ഇപ്പോൾ തന്നെ വരേണ്ടതാണ്. അതായത് ഈ രണ്ട് സാധ്യതകളിൽ ഒന്ന് നടക്കണമെന്ന് അവർ പറയുന്നു. ഞങ്ങളും അള്ളാഹുവിൻ്റെ ദാസന്മാരാണ്, അതുകൊണ്ട് ഞങ്ങൾക്കും വഹി ഇറങ്ങണം. അതുപോലെ തന്നെ ഞങ്ങൾ മലീനരാണെങ്കിൽ ഞങ്ങൾക്ക് മുകളിൽ ശിക്ഷ ഇറങ്ങണമെന്നും അവർ പറയുന്നു. അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഞങ്ങളുടെ മുകളിൽ എന്ത് മേധാവിത്വമാണുള്ളതെന്നും എന്തുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മാത്രം വചനങ്ങൾ അവതരിക്കുന്നുവെന്നും അവർ പറയുന്നു. അള്ളാഹു ഇതിന് മറുപടിയായിക്കൊണ്ട് പറയുന്നു, നിങ്ങൾക്ക് മുൻപുള്ളവരും ഇതേപോലെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, ഇതേപോലെ സമാനമായ വാചകമാണ് അവരും പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നിന്ന് വ്യക്തമാകുന്നു എല്ലാ നബിമാരുടെയും കാലത്ത് ഒരേ തരത്തിലുള്ള ആക്ഷേപങ്ങൾ ആവർത്തിച്ചു വന്നിട്ടുണ്ട് എന്നാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം മിൻഹാജുൻ നുബുവത്ത് പ്രസ്താവിക്കുമ്പോൾ ശത്രുക്കൾ ശുഭിതരാവുകയും നീ എന്തിനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് എടുത്തു പറയുന്നു എന്ന് ചോദിക്കുകയും ചെയ്തിരുന്നു. അന്ന് റിവ്യൂ ഓഫ് റിലീജിയൻ്റെ എഡിറ്ററായിരുന്ന മൗലവി മുഹമ്മദ് അലി സാഹിബ് ഇതിന് മറുപടി നൽകിയിരുന്നത് ഇങ്ങനെയാണ്: ഹദ്റത്ത് മിർസ സാഹിബ് നബിമാരിൽപ്പെട്ടവരാണ്. അതിനാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദാഹരണം പറയുകയല്ലാതെ മറ്റാരുടെ ഉദാഹരണമാണ് പറയേണ്ടത്? പക്ഷേ പിന്നീട് ആ മൗലവി മുഹമ്മദ് അലി സാഹിബ് തന്നെ പറയാൻ തുടങ്ങി, മിർസ സാഹിബ് ഒരിക്കലും നുബുവത്ത് വാദം ചെയ്തിട്ടില്ല, ഇത് ഖാദിയാനികൾ ഉണ്ടാക്കിയ പുതിയ വിശ്വാസമാണ് എന്ന്. ഹുസൂർ പറയുന്നു, അടിസ്ഥാനപരമായ കാര്യം എന്തെന്നാൽ ഒരാൾക്ക് ഏതെങ്കിലും കാര്യത്തിലും ഉത്തരം കിട്ടാതെ വരുമ്പോൾ അവൻ ഒഴിവുകഴിവുകൾ തിരഞ്ഞു പിടിച്ച് ചർച്ച അവസാനിപ്പിച്ച് ഒഴിവാക്കാൻ ശ്രമിക്കും. സത്യവാന്മാരായ നബിമാരുടെ മുമ്പിലും
എപ്പോഴും ഈ രീതിയാണ് സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. അവരുടെ എതിരാളികൾക്ക് വാദപ്രതിവാദത്തിൽ പരാജയം സംഭവിക്കുമെന്നും നാണം കെടേണ്ടി വരുമെന്നും തോന്നുമ്പോൾ അവർ ഇത്തരം ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കും. ആ ആവശ്യങ്ങൾ ഏതെങ്കിലും കാരണത്താൽ നിറവേറ്റാൻ അസാധ്യമാണെന്ന് അവർക്ക് ഉറപ്പുള്ളതുമായിരിക്കും. ചിലപ്പോൾ അവർ അള്ളാഹുവിൻ്റെ സുന്നത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ആവശ്യപ്പെടും. ചിലപ്പോൾ ഏറെ കാലം കൊണ്ട് മാത്രം സംഭവിക്കാവുന്ന കാര്യം ഇപ്പോൾ തന്നെ നടക്കണമെന്ന് ആവശ്യപ്പെടും. ചിലപ്പോൾ അള്ളാഹുവിൻ്റെ ഷാനിന് വിരുദ്ധമായ, അള്ളാഹുവിൻ്റെ മഹത്വത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ആവശ്യപ്പെടും. ഇത്തരം ആവശ്യങ്ങൾക്ക് പുറമെ അവർ ഇങ്ങനെയും പറയാറുണ്ട്: ഞങ്ങൾ കള്ളം പറയുന്നവരാണെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ എന്തുകൊണ്ട് ഞങ്ങളുടെ മുകളിൽ വരുന്നില്ല? ഞങ്ങൾക്ക് മുകളിൽ ദൈവിക ശിക്ഷ വന്നാൽ മാത്രമേ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ, അല്ലെങ്കിൽ വിശ്വസിക്കുകയില്ല. ഹുസൂർ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും മറ്റുള്ള നബിമാരോട് പെരുമാറിയതുപോലെ തന്നെയാണ് പെരുമാറിയിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ശത്രുക്കളും അവർക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോൾ വിവിധ തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു. അതിൽ 2 എണ്ണമാണ് ഈ ആയത്തിലും പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവാനാണെങ്കിൽ അള്ളാഹു ഞങ്ങളോട് നേരിട്ട് സംസാരിക്കട്ടെ, ഈ വ്യക്തി സത്യവാനാണ്, ഇയാളെ അനുസരിക്കുക എന്ന് പറയട്ടെ. ഹുസൂർ പറയുന്നു, എന്നാൽ ഒരു നബിയുടെ കാലത്തും അള്ളാഹു ഇങ്ങനെ ചെയ്തിട്ടില്ല. ഓരോ വ്യക്തിക്കും ഇൽഹാം നൽകി ഇയാൾ സത്യവാനാണ്, ഇയാളെ അംഗീകരിക്കൂ എന്ന് പറഞ്ഞിട്ടില്ല. ചില വ്യക്തികൾക്ക് സ്വപ്നങ്ങളിലൂടെ അല്ലെങ്കിൽ കശ്ഫുകളിലൂടെ അള്ളാഹു അറിയിച്ചു കൊടുക്കാറുണ്ട്, ഇന്ന വ്യക്തി അള്ളാഹുവിൻ്റെ ദാസനാണ്, അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന്. പക്ഷേ എല്ലാവർക്കും അങ്ങനെ അറിയിക്കുക എന്നത് അള്ളാഹുവിൻ്റെ സുന്നത്തിന് വിരുദ്ധമാണ്. എന്നാൽ ഇങ്ങനെ അറിയിക്കപ്പെട്ടവരുടെ സാക്ഷ്യം കണ്ടുകൊണ്ട് ആളുകൾ പ്രയോജനമെടുക്കാറുമില്ല. മറിച്ച് അവരെയും നബിമാരുടെ ഗൂഢാലോചനക്കാരിൽപ്പെട്ടവരായി കണക്കാക്കുകയും അവരുടെ മുകളിലും ആരോപണങ്ങൾ ഉന്നയിക്കാനും തുടങ്ങും. മാത്രവുമല്ല, എല്ലാവർക്കും ഇൽഹാം വരുന്നത് ഗുണത്തിന് പകരം ദോഷമാണ് ചെയ്യുക. കാരണം പരിശ്രമത്തിലൂടെ ലഭിക്കുന്ന വിശ്വാസം മാത്രമേ ഫലപ്രദമായ ഈമാനാകുകയുള്ളൂ. എല്ലാവർക്കും അള്ളാഹുവിൻ്റെ കലാം അവതരിച്ചാൽ ഈമാൻ്റെ യാതൊരു മഹത്വവും അവശേഷിക്കുകയില്ല. മനുഷ്യ സൃഷ്ടിയുടെ അടിസ്ഥാന ലക്ഷ്യം തന്നെ നഷ്ടപ്പെടും. മനുഷ്യനും മറ്റ് സൃഷ്ടികളും തമ്മിൽ യാതൊരു വ്യത്യാസവും അവശേഷിക്കാതെയാകും. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, ഈ ആളുകൾ അള്ളാഹുവിൻ്റെ സുന്നത്തിനെക്കുറിച്ച് അറിയുന്നില്ല. ഏതു തരത്തിലുള്ള ഈമാനാണ് ഗുണകരമാകുക എന്നും അവർക്കറിയില്ല. അവർ പറയുന്നു, അള്ളാഹു ഞങ്ങളോട് സംസാരിക്കട്ടെ. എന്നാൽ ഇതേ ആവശ്യം അവർ അംഗീകരിക്കുന്ന മുൻകാല നബിമാരോടും ഉന്നയിക്കപ്പെട്ടതാണ്. എന്നാൽ ആ നബിമാർ അത് നിറവേറ്റിയതുമില്ല. അങ്ങനെയിരിക്കെ എന്തിനാണ് ഈ ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത്? യഥാർത്ഥത്തിൽ അതിന് കാരണം അവരുടെ ഹൃദയങ്ങളും മുൻകാല നബിമാരെ നിഷേധിച്ചവരുടെ ഹൃദയങ്ങളോട് സാമ്യമായി തീർന്നിരിക്കുന്നു എന്നതാണ്. ഈ ആയത്തിൻ്റെ വിശദീകരണം തുടരുന്നതാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.